നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ മുന്നൊരുക്കം തുടങ്ങി കോൺഗ്രസ് എംഎൽഎമാർ. സ്വന്തം പേരിലുള്ള കേസുകളുടെ കണക്ക് തേടി ഡിജിപിക്ക് കത്തയച്ചു. ആലുവ എംഎൽഎ അൻവർ സാദത്താണ് ഡിജിപിക്ക് കത്ത് നൽകിയത്. ആർ അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഗുഡ് മോർണിംഗ്. അവനവന്റെ ഭാഗത്തുള്ള കേസുകളുടെ എണ്ണം അന്വേഷിച്ചൊക്കെ എല്ലാവരും രംഗത്തേക്ക് എത്തി തുടങ്ങിയല്ലേ? ഗുഡ് മോർണിംഗ് മോത്തി. തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. പക്ഷെ ഇനിയും 2 മാസമുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം, കോൺഗ്രസിന്റെ സിറ്റിംഗ് എംഎൽഎമാരൊക്കെ മത്സരിക്കാൻ സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം നടക്കേണ്ട ഈ ഒരു നടപടിയാണ് ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്ര കേസുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. കാരണം നോമിനേഷനിൽ ഇവർക്ക് എത്ര കേസുണ്ട്, ആ കേസിന്റെ വിശദാംശങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് എംഎൽഎമാർ ഏതായാലും മത്സരിക്കും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ തന്നെ ഈ നടപടികൾ ആരംഭിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ആലുവ എംഎൽഎ അൻവർ സാദത്ത് ഇതുപോലെ ഈ കേസിന്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷയിൽ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്, തനിക്ക് തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് ആവശ്യമായതുകൊണ്ടാണ് ഈ കേസുകളുടെ എണ്ണവും വിശദാംശങ്ങളും ചോദിക്കുന്നതെന്നാണ്. അപ്പോൾ അൻവർ സാദത്ത് ആലുവയിൽ 4ാം തവണയും മത്സരിക്കുമെന്ന് സ്വയം ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത്. 2 മാസം മുമ്പേ തന്നെ അപേക്ഷ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് അൻവർ സാദത്ത് കടന്നിരിക്കുകയാണ്. കാരണം സാധാരണ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം നോമിനേഷനിൽ നൽകാനാണ് ഈ വിശദാംശങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഏതായാലും കോൺഗ്രസ് എംഎൽഎമാർ മത്സരിക്കും എന്നുള്ള കാര്യം അവർ തന്നെ സ്ഥിരീകരിക്കുന്നു. അവർ അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മോദി.